and promises. How to be brave? How can I love when I'm afraid to fall? But watching you stand alone, all of my doubt suddenly goes away somehow. One step closer. ഇവിടെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം. ഇത് കഷ്ടത്. മോളെ ജീനി കോഫി കിട്ടിയില്ല. കോഫി അല്ല വിഷം കലക്കി തരാൻ നിങ്ങൾക്ക്. അതിന് നീ എന്തിനാടി ജീനി എന്നോട് ദേഷ്യപ്പെടുന്നത്? തന്റെ മോനും കണക്കാ. മോനെ കുക്കി, മോനെ കുക്കി. എന്റെ അമ്മ എന്നെ ഇതെന്ത് പറ്റി? ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എടാ കുട്ടിപ്പിച്ചവര്, നീ എഴുന്നേക്കണോ ഞാൻ വന്ന് വെള്ളം ഒഴിക്കണോ? ഇപ്പൊ കട്ടെ ഇതാ വരണമ്മ, ഇതാ വരുന്ന്, ഞാൻ റെഡിയായി. എന്റെ കർത്താവ്, ആ കുക്കി ഇത് എവിടെ പോയി കിടക്കണു? ഒരു കാലത്ത് നിർത്തേ വരൂല. എന്റെ പൊന്നു ജീവനെ, നിനക്ക് എന്നെ അറിയാം. സെക്കൻഡ് പീരീഡ് ആവുമ്പോഴേ വരത്തുള്ളൂ. എന്നെ പറ്റിയാണോ പറയുന്നേ? ഞാൻ വന്നിട്ടേ ഇല്ലടാ, നിന്റെ ആ മുമ്മയെ കുറിച്ച് മതിയാ. ഉഫ്, എവിടെ പോയി കിടക്കുമായിരുന്നു. അതെ, ബാ ക്ലാസ് തുടങ്ങി. പപ്പനാണേ ഈ പീരീഡ്. അല്ല, ഈ തൊപ്പി ചിന്നിക്കുട്ടിയുടെ തൊപ്പി. എടാ അതെ, ചിന്നിക്കുട്ടിയുടെ തൊപ്പി തന്നെയാണ്. എന്തേ എടാ പരമദ്രോഹി, നീ അവളെയും തട്ടിയെടുത്ത കോഴിക്കോ. എന്റെ പൊന്നു ജിമിനെ, നീ എത്രയൊക്കെ പറഞ്ഞാലും ഞാൻ തരില്ല. പോടാ. എന്തുവാടാ ഭൂലോക കോഴി, താടാ തൊപ്പി. ഒരെണ്ണം പോരെ, എന്തിനാണ് 2 കോഴികൾ ഇവിടെ? അതെ, 2 കോഴികളും സംസാരിച്ചാണെങ്കിൽ ക്ലാസ്സിൽ കയറാം. അത് പോയിന്റ്. കയറാം. സാർ, മേ ഐ കം ഇൻ? ഓ, ബസ് കിട്ടിയില്ല, ട്രാഫിക് ആയിരുന്നു, ലേറ്റ് ആയി പോയി, ഉറങ്ങിപ്പോയി. ഇതൊന്നും പറയാനല്ലെങ്കിൽ നിനക്കൊക്കെ കയറാം. ഓക്കെ. കൊച്ചു കള്ളൻ, എല്ലാം പഠിച്ചു വെച്ചേക്കും. എൻ്റെ പൊന്നു സാറ്, എൻ്റെ ഡയലോഗൊക്കെ പഠിച്ചു വെച്ചാൽ ഞാൻ ഇനി എന്തോ പറയാൻ? അതെനിക്കറിയാലോ. മേ ഐ കം ഇൻ സർ? സാർ, ഫൈനൽ എക്സാമിന്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞല്ലേ ഉള്ളൂ ഇത്. എടാ ഫൈനൽ എക്സാമിന്റെ. അപ്പൊ സ്റ്റുഡൻസ് എല്ലാരും കേട്ടല്ലോ, എല്ലാരും പഠിച്ച എല്ലാത്തിനും കൊള്ളാം. അപ്പൊ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി കിട്ടിയിട്ടുണ്ട്. അമ്മ, നിങ്ങളുടെ മോൻ വീട്ടിൽ വന്നിട്ടുണ്ട്, ചായ എടുക്കിൻ. പക്ഷെ എനിക്ക് വേണ്ട, ഞാൻ പോവാ. എനിക്ക് നല്ല വിശക്കുന്നില്ല, ഒട്ടും വിശക്കുന്നില്ല. ഞാൻ കുളിക്കാൻ പോവാ, കിടക്കാൻ പോവാ. ഇനി എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ മാട്ടെ. ഒന്നും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് പോകുന്നു. എന്തോന്ന് ചെറുക്കനത്? ബെസ്റ്റ്. അവൻ എന്താണ് പറയുന്നത് അവന് തന്നെ അറിഞ്ഞൂടാ. അപ്പോഴാണ് നീ എന്നോട് ചോദിക്കുന്നത്. ഹലോ, പറയടാ ആളെയാ. എടാ, ഞാൻ ചിലപ്പോൾ നാളെ ക്ലാസ്സിന് വരത്തില്ല കേട്ടാ. എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. അതാ. ആടാ, നീ എവിടെയാന്ന് വെച്ചാൽ പോയിട്ട് വാ. അല്ലാളിയാ, നാളെ ക്ലാസ് ഇല്ലടാ, പോട്ടാ. പറയും പോലെ അത് ശരിയാണല്ലേ. എനിക്ക് അറിയായിരുന്നല്ലേ. പിന്നെ ഞാൻ നിന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഞാൻ നാളെ ഒരിടത്തും വരുന്നില്ല. എടാ ബ്ലഡി ഫുൾ, മര്യാദയ്ക്ക് വെച്ചോ, അല്ലെങ്കിൽ നീ എൻ്റെ വായിക്കാത്തിരിക്കുന്ന ഇതുപോലെ ഉടായ്പും പറഞ്ഞിട്ട് എന്നെ വിളിച്ച തല അടിച്ച് ഞാൻ പൊട്ടിക്കും. എനിക്കറിയായിരുന്നു ലാസ്റ്റ് നീ ഇങ്ങനെ പറയത്തുള്ളൂ. വെച്ചിട്ട് പോടാ. ഐ ആം ദി സോറി അല്ലേ, ഒന്ന് ക്ഷമിക്ക്, ഈ പ്രാവശ്യത്തേക്ക് മാത്രം. വെച്ചിട്ട് പോടാ. ധർമ്മത്തിക്കെതിരെ എത്തിയ ശക്തി. ആണിയ, എന്തുവാ ഇങ്ങനെയൊന്നും പറഞ്ഞൂടാ. ഹലോ അളിയ, ഹലോ. ഓ, വെച്ചിട്ട് പോയാ സ്ഥിരം വരും. എന്റെ കർത്താവ്, എനിക്ക് ഇവിടെ നിന്നൊരു മോചനമില്ലേ. മോർണിംഗ് മമ്മി. ഓ, എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ചന്തയിൽ വെയിലടിച്ചപ്പോ എന്നെ ഒരു ഹെൽപ്പ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയ? ഒരു കെട്ടിയവനുണ്ട്, അങ്ങനെ വിളിച്ച പിന്നെ അടുക്കളയിലോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. അവിടെ ഇരട്ടി പണിയാക്കി തരും. എന്നാ മമ്മിക്ക് എന്നെ വിളിച്ചൂടെ? മമ്മി എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്ന? എന്തോ എങ്ങനെ നിന്നെ വിളിക്കാനാ? അന്ന് കുക്കർ പൊട്ടിച്ച ആ തന്തയുടെ സാധനം തന്നെയാണല്ലോ നീയും. എന്റെ പൊന്നു ജീനി, രാവിലെ എന്തുവാടി നിനക്ക് ആ ചെറുക്കനായിട്ട്? വാ നിങ്ങളെ തന്നെ ഞാൻ കാണാൻ ഇരിക്കുന്നത്. വന്നല്ല രക്ഷകൻ. നിങ്ങളെന്റെ ഗ്ലാസ് പൊട്ടിത്തരാൻ മരിച്ച, അതിനുള്ള ഞാൻ തരാം, നിക്ക്. അയ്യോ ജീനി, അങ്ങനെ പറഞ്ഞൂടാ, എന്റെ മുത്തല്ലേ. തന്തയുടെ കാര്യത്തിൽ തീരുമാനം. ഓ അളിയ, കഫേയിലോട്ട് വാ, ഇവിടെ സ്ഥിരം പല്ലവി തുടങ്ങിയിട്ടുണ്ട്. ആടാ, ഇവിടത്തെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. ഇന്നലെയും കൂടെ ഞാൻ പറഞ്ഞില്ലുള്ളൂ നിൻ്റെ അടുത്ത്. അത്
അതിനിപ്പോൾ എന്ത്, എല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നാൽ മതി, ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ട്. ഇന്ന് ഞാൻ ഒരുപാട് ഹാപ്പിയാണ്, കാരണം ഞാൻ ഇന്ന് കാണാൻ പോവല്ലേ. എക്സ്ക്യൂസ് മീ, എനിക്ക് ഒരു വലിയ ബൊക്ക വേണമായിരുന്നു, നന്നായിട്ട് ചെയ്യണേ. സാർ ബുക്ക് റെഡി ആയിട്ടുണ്ട്. ആ ജമിനേട്ടാ ബൊക്ക ഗേൾഫ്രണ്ടിനാണോ? എനിക്ക് ഉരുട്ടിടക്കെ നീയാ, നിനക്കിന്ന് കോളേജില്ല, ഗേൾ ഫ്രണ്ടിനൊന്നല്ല. ആ ഉണ്ട് ജമിനേട്ടാ, ഇന്ന് ആരോടെ വൈകി പോയാൽ മതി. ഓ, ഞാൻ ആ വഴി കൂടെയാ പോകണം, നിന്നെ കൊണ്ടാക്കണോ? വരുന്നെങ്കിൽ വാ. അത് വേണ്ട, എൻ്റെ ബോയ് ഫ്രണ്ട് വരും. ഒമ്പടി കളി, ഇതൊക്കെ എങ്ങനെ? എന്നാലും എൻ്റെ കുരുപ്പേ, ഇതൊക്കെ എങ്ങനെ ഒപ്പിച്ചെടുത്ത്? എന്തായാലും ഞാൻ വൈകി, ഞാൻ പോവാ. ബായ്. ബായ്. ബൈ. എന്തായാലും ഞാൻ വാങ്ങിച്ച പൂവ് അവന് ഒരുപാട് ഇഷ്ടപ്പെടും, കാരണം അത് അവൻ്റെ ഫേവററ്റ് പൂവാണ്. ഹായ് മഹി, ഹാപ്പി ബർത്ത്ഡേ മഹി. നീ എന്താ കരുതിയേ ഞാൻ നിന്നെ മറക്കുമെന്നോ? എനിക്കതിന് പറ്റുമോടാ? നീ പറഞ്ഞതുപോലെ അവനെ ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ട്, എന്നെക്കൊണ്ട് പറ്റുന്ന കണക്ക്. പക്ഷേ ഇങ്ങനെ തോന്നി എന്നെ ഇട്ടിട്ട് പോവാൻ. നിനക്കറിയാം ഞാൻ ഇപ്പോൾ എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്ന്. എല്ലായിടത്തും എന്നെക്കൊണ്ട്, പക്ഷെ ഇവിടെ മാത്രം എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയില്ലേ. സാരമില്ല, നിനക്ക് ഞാൻ തന്ന വാക്ക് അത് ഞാൻ പാലിക്കും മഹി. നിനക്ക് തന്ന ഒരു വാക്കിൻ്റെ പേരില്ല മഹി ഞാൻ ഇത്രയും നാൾ ജീവിച്ചിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ പോവുക, പക്ഷെ ഞാൻ പിന്നീട് വരും നിനക്ക് വേണ്ടിയിട്ട്. ഹാപ്പി ബർത്ത്ഡേ മഹി, ആൻഡ് ഐ മിസ് യു. ഹലോ, ആടാ പറ, എന്താ? അളിയ നീ എവിടെ വരുന്നില്ലേ? ഞങ്ങളെല്ലാവരും കഫേ ഉണ്ട്. എടാ ഫെലിക്സിന് വണ്ടി ഓട്ടിക്കുക. ആണോ? ഓക്കെ ഓക്കെ, എന്നാൽ നേരെ കഫേയിലോട്ട് വാ, ഞങ്ങളെല്ലാവരും ഇടണ്ടേ. എൻ്റെ പൊന്നു ഹോബി, നിനക്ക് ഇത് തന്നെയാണോ പണി? എന്തുവാടാ ഒരു വെറും 3 ചായ ആയനാ നീ എന്നിങ്ങനെ പറയുന്നത്? പെട്ടെന്ന് കുക്കി വന്നാൽ മതിയായിരുന്നില്ലെങ്കിൽ ഈ ചെറുക്കനെ എന്നെ മുടിപ്പിക്കും ഇങ്ങനെ പോയാൽ. വെച്ചിട്ട് എന്നെ കൂടുതൽ മുടിപ്പിച്ചിട്ടുള്ളത് നീയാണ്, അപ്പൊ ഇതൊക്കെ അങ്ങ് സഹിക്കണം കേട്ടല്ല. അല്ല, നമ്മളെ വിളിച്ചിട്ട് അവനും ജീവനിൽ എവിടെ പോയി കിടക്കുന്നു? ഞാൻ വന്ന് ലേറ്റായി എന്തെന്ന് മാത്രം ചോദിക്കരുത്. എൻ്റെ സ്നേഹം നിറഞ്ഞ തന്ത ഇന്ന് അമ്മയുടെ പുതിയ ഗ്ലാസ് അമ്മയുടെ കല്യാണത്തിന് കൊടുത്താണെന്ന് തോന്നുന്നു, അത് പൊട്ടിച്ച്. അതിൻ്റെ എഫക്റ്റ് അവിടെ ഉണ്ടായിരുന്നു. ചേട്ടാ ഒരു കോഫി. ആഹാ, ഇവിടത്തെ കോഫിയാണ് കോഫി. ഓ, വന്നേറിയടനാ തുടങ്ങിയ. ഇന്ന് എത്ര ഗ്ലാസ് കുടിച്ച്? ഇല്ല, എനിക്ക് വെച്ചിരുന്നാ നിങ്ങൾ. എടാ കൊച്ചർക്ക, വേണമെങ്കിൽ വന്ന് കൂടി. എക്സ്ക്യൂസ് മീ, ഈ സീറ്റിൽ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു, നിങ്ങൾ അദ്ദേഹത്തെ കണ്ടായിരുന്നു? അയ്യോ കുട്ടി, ഇല്ല. കുട്ടി ഒറ്റയ്ക്കാണോ വന്നേ? ബേബി നീ ഇത് എവിടെയായിരുന്നു? എന്തുവാ ഇത്? ഈ മാരക എവിടെ നിന്ന്? ഓ, അതും പോയി. സാരില്ലടാ ജിമിനെ, ഈ കോഴി തപ്പി എന്തായാലും വന്നതല്ല, ആ ബേബിയെ തപ്പി വന്നതാ. എനിക്കറിയാം എൻ്റെ ജിമിൻ സ്ട്രോങ് അല്ലേ, അപ്പം ഇതൊന്നും വലിയ പുത്തിരിയല്ലല്ലോ. ഇവനെവിടെ പണി അവതരിപ്പിച്ചാൽ ഇതാണ്. ഞാൻ അങ്ങനെ ഇങ്ങനെ തളരില്ലടാ. ഈ ജിമ്മിനെ കുറിച്ച് എന്തോ വിചാരിച്ച നിങ്ങളെ. ആടാ അതൊക്കെ വിട്, നീ എന്തിനാ വിളിച്ചെന്ന് പറ. എടാ, അതായത് എനിക്ക് ആക്സിഡൻറ്റ് നടന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ലെന്നാണ് പഴയ കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ കുറേ ഓർമ്മ ഉള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്ന് എനിക്ക് ഓർമ്മ തിരിച്ച് കൊണ്ടുവന്നതാണ്. പക്ഷെ എന്തോ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആരെയോ ഞാൻ മറന്നു പോയിട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളയോ. നിങ്ങൾക്കറിയാമെങ്കിൽ പറ. എടാ അറ്റ്ലീസ്റ്റ് എനിക്കൊന്ന് ഉറങ്ങണമായിരുന്നു. ഞാൻ ഉറങ്ങിയിട്ട് തന്നെ എത്ര നാളായെന്നറിയാമോ. ആ ഒരു ആൾ എനിക്കറിയില്ല ഇതാരെന്ന്, പക്ഷെ എൻ്റെ ഉറക്കം നന്നായിട്ട് അവൻ കെടുത്തുന്നുണ്ട്. അവനാണോ അവളാണോ എന്തായാലും അധികകാലം അവനായിരുന്നാലും അവൾക്കായിരുന്നാലും എൻ്റെ ഉറക്കം കളയാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ പിന്നിലുള്ള എല്ലാ രഹസ്യവും ഞാൻ കണ്ടുപിടിക്കും. എടാ അങ്ങനെ ആരെയും അറിയില്ല. എടാ അതൊരു പക്ഷേ നിൻ്റെ തോന്നലായിരിക്കും. വാട്ടെവർ, എന്തായാലും നാളെ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലോട്ടൊന്ന് പോവാടാ. കുക്കി, എന്തുവാ നീ എപ്പോഴും അവിടോട്ട് പോയി കിടക്കുന്നത്? അതാ കഴിഞ്ഞ മാസം കൂടെ പോയതല്ലേ ഉള്ളൂ. അവർ പറയണ കറക്റ്റാ, നീ ഇവിടെ നിന്നൂടെ? നിങ്ങൾക്കൊക്കെ ഇത് എന്തുവാ പറ്റേ? അറിയാലോ ഞാൻ എപ്പോഴും നാട്ടിലോട്ട് പോകുന്ന കാര്യം, പിന്നെ ചോദിക്കുന്ന എന്തിനാ?
എടാ ഞങ്ങൾ പറഞ്ഞെന്നേ ഉള്ളൂ. ആടാ നിന്റെ ഇഷ്ടം, പോയിട്ടോ. മഹി, അയ്യോ എന്നാ പറ്റി എൻ്റെ കുഞ്ഞിനെ? മോനെ എന്നാ കാര്യം പറ. ജീനി നീ സമാധാനപ്പെട്, അവന്റെ സ്വപ്നം കണ്ടതായിരിക്കും. ബാ അവൻ കിടക്കട്ടെ, നാളെ ആകുമ്പോ ഓക്കെ ആയിക്കോളും. ജയ, അവൻ മഹിമോന്റെ പേരല്ലേ വിളിച്ചേ? ആ അത് ഞാൻ ശ്രദ്ധിച്ചത്. ജീനി വാ കിടക്കാം. ജയ, എനിക്ക് എന്റെ മോനെ കുറിച്ച് പേടിയാവുക. എനിക്കറിയാം, പക്ഷെ മഹി പോകുന്നതിന് മുമ്പ് ഇതെല്ലാം പറഞ്ഞിട്ട് പോയത്. അവൻ സമാധാനത്തോടെ ഇരിക്കട്ടെ. ഒക്കെ മാത്രം എന്താ ചീനിക്കുട്ടി ഇന്നെന്താ സ്പെഷ്യൽ കഴിക്കാൻ? ഓ മോൻ എഴുന്നേറ്റ? എങ്ങനെയുണ്ട് ഇപ്പോ? വാ, ഞാൻ മോന് സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എന്താന്ന് വെച്ചാ കഴിച്ചോ. എന്താ മമ്മി ഇന്ന് നല്ല ഹാപ്പിയാണല്ലേ? എന്ത് പറ്റി? അല്ലെങ്കിലും എന്നെ കാണുമ്പോൾ ഹാപ്പിയാണല്ലോ അല്ലേ? പിന്നെ മമ്മി നാളെ ഞാൻ നാട്ടിലോട്ടൊന്ന് പോവാ. എന്റെ നല്ല മുടി ചെറുക്കൻ നശിപ്പിക്കും. ഇപ്പൊ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? എന്തുവാ മമ്മി, അല്ലെങ്കിൽ തന്നെ അറിയാലോ ഞാൻ എപ്പോഴും പോകുന്ന കാര്യം. ഞാൻ കോളേജിലോട്ട് പോവാം. എടാ ജിബിനെ, ഇന്ന് എക്സാം അല്ലേ? ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ ഒരു ക്ലാസ് റൂമില്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞേണേ, എനിക്ക് ഒരു മണ്ണാങ്കട്ടേ അറിയത്തില്ല. ഇതിനെന്താ അമ്മി, ഞാൻ പറഞ്ഞുതരാലോ. ഈ ജിമിനേട്ടനുള്ളിടത്തോളം നീ എന്തിനു വിഷമിക്കുന്നു? അവന് കോപ്പി അടിക്കാൻ പറ്റുമെന്ന് ആദ്യം നോക്കും. ബൈ ദ വേ, കുട്ടിക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ. ആഹാ, കഴിഞ്ഞ പ്രാവശ്യം എത്രയായിരുന്നുടാ മാർക്ക്? 4, 5? നശിപ്പിച്ച് നോണം കെടുത്തു പന്നി. അല്ല, ശരിക്കും നിങ്ങളൊക്കെ ആരാ? ജിമിനേട്ടന്റെ ഫ്രണ്ടാണോ? ജിമിനേട്ട ആരാ ഇവിടെ? ഞാനിവിടെ തന്നെ ഉണ്ട് ആമി. എന്തേ? അതൊന്നുമില്ലാരോ. ഞാൻ കരുതി എക്സാം ഒക്കെ അല്ലേ, അപ്പോ ആരോനും ഓൾ ദ ബെസ്റ്റ് പറയാം. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഈ ചെറുക്കം? കാരണം മനുഷ്യനൊരു പെണ്ണുങ്ങളെ നോക്കാൻ പറ്റത്തില്ലല്ലോ. ഓ അതിനെന്താ, നിനക്കും ഓൾ ദി ബെസ്റ്റ് ഇരിക്കട്ടെ. എന്തെങ്കിലുണ്ടെങ്കിൽ എന്നോട് പറയാം. ഐ ആം ആൾവേസ് ഫ്രീ. ഇപ്പം നമുക്ക് ക്ലാസ്സിൽ പോവാം. എന്തോന്ന് ഒലിപ്പിക്കലടാ ആളിയ. അപ്പം ഇക്കൂട്ടത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ കുറച്ച് ഡീസൻ്റായിട്ട്. അയ്യോ, ഒരു ഡീസൻറ്റ് വന്നേക്കുന്നു, കണ്ടെടുത്താലും പറയും. മതി ഡീസൻസ് എല്ലാവരും. ബാ ക്ലാസ്സിൽ പോവാം, ടൈമായി. എടാ ആരെങ്കിലും AC ഓണാക്ക്, ചൂടെടുക്കുന്നു. ടീച്ചർ എല്ലാരും ക്ലാസ്സിൽ കയറിയോ? അറ്റൻഡൻസ് ഒന്ന് എടുത്തേക്കേ. ഓക്കെ സാർ, എടുത്തേക്കാം. അപ്പൊ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് എക്സാം ഹാളിൽ ഞാനാണ് നിൽക്കുന്നത്. രക്ഷപ്പെട്ട്. അതെന്താടാ ആളെ അങ്ങനെ പറഞ്ഞത്? അതുണ്ടല്ലോ ജെയ്ക്ക്, അതൊരു വലിയ കഥയാണ്. അതായത് ജി ആരവ് എന്തോന്നവിടെ? രണ്ടെണ്ണത്തിനെ ഞാൻ എടുത്ത് പുറത്ത് കളയും. വേണോ? എക്സാം ആണെന്നുള്ള ഒരു ബോധം വേണ്ടേ? ഇങ്ങേർക്ക് വിളിക്കാൻ കണ്ട സമയം. ഞാൻ പറഞ്ഞു തരാം, നീയെങ്കിലും ഉണ്ടല്ലോ. എടാ, അതൊരു ലവ് സ്റ്റോറിയാണ്, ഒരു വല്ലാത്ത ലവ് സ്റ്റോറി. അതായത് ഇയാൾക്കൊരു എക്സ് ഉണ്ടായിരുന്നു. ആ എക്സിൻ്റെ പേര് ലതയെന്നാണ്. അപ്പം സാധാരണ എല്ലാവർക്കും എക്സ് പോകുമ്പോൾ ഭയങ്കര സങ്കടമല്ലോ. അങ്ങനെ കുടിച്ച് ഇൻട്രോവേർട്ടൊക്കെ ആയിട്ട് നടന്ന ടൈമിലാണ് ഇയാൾക്ക് ഇവിടെ ഒരു ജോബ് കിട്ടിയത്, നമ്മുടെ സ്കൂളിൽ. അങ്ങനെ ഇയാൾ നമ്മുടെ സ്കൂളിലോട്ട് വന്നപ്പോഴാണ് നമ്മുടെ ലതാ മിസ്സിനെ കണ്ടത്. അങ്ങനെ എക്സിൻ്റെ ഓർമ്മ വന്നിട്ട് അവർ രണ്ടുപേരും ഭയങ്കര അടിയാണ്, കണ്ണിക്കാണുമ്പോഴേ അടിയാണ്. അങ്ങനെ ഇരിക്കെ ഒരു തവണ ഇവർ രണ്ടുപേരും ഒരു കോമ്പറ്റീഷൻ വെച്ച്. നമ്മുടെ ക്ലാസ്സിലും ഇയാളുടെ ക്ലാസ്സിലും, അതായത് ലത മാമിൻ്റെ ക്ലാസ്സിലും ആരാണ് വിൻ ചെയ്യുന്നത് ആ ക്ലാസ് ടീച്ചർ പറയുന്നത് ഈ ക്ലാസ് ടീച്ചർ കേൾക്കണം. അങ്ങനെ സ്വാഭാവികമായിട്ടും ലതാ മിസ്സിൻ്റെ ക്ലാസ് ജയിച്ച്. ലതാ മിസ് എന്ത് ചെയ്തു സാറിനെ? ലതാ മിസ് ഒന്നും ചെയ്തില്ല. ലതാ മിസ്സിൻ്റെ വിഷയം എന്തായിരുന്നെന്നറിയോ? അതായത് ലതാ മിസ് സാറിനങ്ങ് വളച്ച്. എന്തുവാ, അത് പൊളിച്ച് വെറൈറ്റി ആയിട്ടുണ്ട്. അതെ അതെ, വല്ലാത്തൊരു വെറൈറ്റിയാ. ഇപ്പം അങ്ങേർക്കൊരു കോൾ വരും, വേണമെങ്കിൽ നോക്കിക്കോ. പിന്നെ അങ്ങേര് പരിസരം മറക്കും, അപ്പം നമുക്ക് കോപ്പി അടിക്കാം. ക്ലാസ് എല്ലാവരും റെഡി അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ ടൈമായി. ഒരു കുഞ്ഞിനെ പോലും ഞാൻ കോപ്പി അടിക്കാൻ സമ്മതിക്കത്തില്ല, ഉറപ്പാണ്. എക്സ്ക്യൂസ് മീ. ജെക്ക് നോക്ക് കോൾ വന്നു.
അളിയ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നളിയ? പിന്നെ പൊട്ടും, അത് പോയിന്റ്. ബാനരക സംഘം അവിടെ ഒന്ന് നിന്ന് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കോപ്പി അടിച്ച പ്രാവശ്യം സാർ ഇവിടെ ഉണ്ടായിരുന്നു, അത് പിന്നെ പറയണം. പൊട്ടു അല്ലേ? ജയിക്കും, ഞാൻ ജയിക്കും സാറേ. ഓ ജയിച്ചാ മതി. നിങ്ങളൊക്കെ പോയാ ഞാൻ ഒറ്റയ്ക്ക് ആരെന്നെ വഴക്ക് പറയുന്ന ആരെ ഓഫീസ് റൂമിൽ കൊണ്ടുവരുത്തും. നിങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോ ഒരു എൻജോയ്മെന്റ് ആയിരുന്നടാ. അതോർത്ത് സാറ് വിഷമിക്കണ്ട, നമ്മുടെ പിൻഗാമികൾ ഇവിടെ കാണുമല്ലോ, അവര് വരും. ആ എ ക്ലാസ്സിലുള്ള ചെറുക്കന്മാരെ വിടാം, അവരാകുമ്പോൾ സാറിന് പറ്റും. പറയാൻ പോലെ എത്ര പെട്ടെന്നല്ലേ ലാസ്റ്റ് ഇയർ ആയ, നാളെ ഗ്രാജുവേഷൻ. അതെ ഓർക്കുമ്പോൾ സങ്കടം വരുന്നു. ഞാൻ സാറിനെ മിസ് ചെയ്യും. ഓഹോ, അപ്പൊ നിങ്ങളാരും എന്നെ മിസ് ചെയ്യത്തില്ല? കൂട്ടം കേട്ട പിള്ളേര്. സാർ അങ്ങനെ പറയില്ലേ, സാറിനെ മിസ് ചെയ്യാണ്ടിരിക്കുവോ? അപ്പോൾ ബൈ സാർ, നാളെ നമുക്ക് ഒരുപാട് ഫോട്ടോ എടുക്കണം കേട്ടാ. ഈ ചെറുക്കന്മാരുടെ ഒരു കാര്യം. ബൈ ബൈ, നാളെ കാണാം. ഗൈസ്, എല്ലാവർക്കും ഇവിടെ വാട്ടർ ബലൂൺ സെറ്റ് ആണ്. കമോൺ. എന്റെ ജിമ്മിനേട്ടാ, ഞാൻ നിങ്ങളെ മിസ് ചെയ്യും. എന്നെയോ? എനിക്ക് വയ്യ. ലവ് യു ജിമ്മിനേട്ടാ. എനിക്ക് എൻ്റെ ചിന്നിക്കുട്ടി, ഞാനിവിടെ ഉണ്ട്. എന്നെ മിസ് ചെയ്യില്ലേ ചിന്നിക്കുട്ടി? ഞാനല്ലേ എപ്പോഴും നിനക്ക് മുട്ടായി വാങ്ങിച്ച. അത് ചോദിക്കണോ? ഞാൻ മിസ് ചെയ്യും. എനിക്ക് വയ്യ, അല്ലെങ്കിൽ എനിക്കറിയായിരുന്നു. ഈ കോഴി. അതെ കോഴികളെ, ഞാനെന്നാ അങ്ങോട്ട് പോവാ. എന്തായാലും അങ്ങനെ പോകുന്നത് ലാസ്റ്റ് ഡേ അല്ലേ? ബാ, നമുക്ക് എല്ലാവർക്കും ഫോട്ടോ എടുക്കാം. വാടാ മക്കളെ, സാറിനോട് ഒരു സെൽഫി എടുക്കാം. ബാ. ജെസി കൊച്ച്, നിങ്ങൾ വീട്ടിലുണ്ടോ? ഞാൻ ദാ വരുന്നു. മോനെ ആരും, അയ്യോ എന്റെ കൊച്ചർക്ക. എന്നാലും ഞാൻ പിണക്കത്തില്ല. എത്രയാ ഇവിടെ വന്നിട്ട്? ഇങ്ങനെ രണ്ടുപേരും ഇവിടെ ഉണ്ടെന്ന് പോലും നീ അന്വേഷിച്ചില്ലല്ലോ. ഒന്ന് വിളിക്കെങ്കിലും ചെയ്യ. എൻ്റെ ജെസിക്കുട്ടി, അതിനല്ലേ ഞാൻ ഇപ്പം വന്നേ. മിസ്റ്റർ ഡെറിക്കിനെ കാണാനില്ലല്ലോ. ഞാൻ മിണ്ടൂല്ല. ഇപ്പോഴെങ്കിലും നിനക്ക് ഓർമ്മ വന്നല്ലോ. രണ്ടുപേരത്തിന്റെ സ്നേഹപ്രകടനം കഴിഞ്ഞിട്ട് എന്നെ ഓർക്കാൻ ആർക്കും സമയമില്ല. അയ്യടാ, എൻ്റെ അങ്കിളെ ഇങ്ങനെ പിണങ്ങല്ലേ. കണ്ട ഇപ്പൊ തന്നെ അവളെ മമ്മീന്നും എന്നെ അങ്കിളേന്നും. അത് എവിടുത്തെ കോമ്പിനേഷനാ? അതെ, അവൻ എന്റെ മോനാ, അപ്പൊ അങ്ങനെ വരൂ. പാവം. അതെ, എന്നെ കളിയാക്കി കഴിഞ്ഞെങ്കിൽ കൊച്ചിനെ ഫുഡ് എടുത്തു കൊടുക്ക്. എൻ്റെ ജെസിക്കുട്ടി റെഡിയാക്കി വെക്ക്, ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. അവൻ പോയി, നമുക്ക് നേരത്തെ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. ഇതിപ്പോ ഇവിടെ സ്നാനം കെട്ട് അങ്ങനെ എങ്ങനെയാ? മോൻ പോയി കുളിച്ചിട്ട് വായോ. ജെസിക്കുട്ടി ഫുഡ് എടുക്കി, എനിക്ക് വിശക്കുന്നു. ആ മോനെ വന്നിരി. ജെസിക്കുട്ടി നിന്റെ ഫേവറേറ്റ് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ ജെസിക്കുഞ്ഞെ ഒരു രക്ഷയില്ല, അടിപൊളി ഫുഡ്, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അതെ, ഇവിടെ ഞാനിരിക്കുന്നുണ്ടെന്ന് ഓർക്കണ നിങ്ങൾ അവരുടെ ഒരു റൊമാൻസ്. പോടാ ചെറുക്ക, എനിക്കാക്ക അവളല്ലേ ഉള്ളൂ റൊമാൻസിക്കാനും തല്ലു പിടിക്കാനും ഒക്കെ. അത് ശരിയാ. എന്നാലും നിങ്ങൾക്ക് റൂമിൽ പോക്കൂടെ റൊമാൻസിക്കാൻ? പാവം ഞാൻ. മിസ്റ്റർ ഡെറിക്, എന്തുകൊണ്ടാണ് എനിക്ക് ആ മേളത്തെ റൂം തുറന്നു തരാത്ത? നിങ്ങളിവിടെ ഞാൻ പോയി നോക്കിയിട്ട് വരാം.
Hello, Mr. Derek Abraham.